വെൽക്കം ടു അനരാസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ബിസ്ക്കറ്റ് കൊണ്ട് ഒരു കേക്ക്, അതും വീട്ടിലെ സാധാരണ എല്ലാവരുടെയുള്ള ഇഡ്ഡലി പാത്രത്തിൽ ആണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്സ് ആണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത്. 200 ഗ്രാംസിൻ്റെ ഒരു പാക്ക് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്, ഇതാണ് ഇതിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റും പാലും കൊണ്ടാണ് നമ്മളിന്ന് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഈ ബിസ്ക്കറ്റുകൾ പൊട്ടിച്ചിടാം. ഒന്ന് ക്രഷ് ചെയ്ത് കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായിട്ട് നമുക്ക് ഒരു കേക്കിൻ്റെ രൂപത്തിലേക്ക് അതേ ബിസ്ക്കറ്റും പാലും എത്തിക്കാം. ഒരു സൂത്രപ്പണിയാണ്. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. 2 പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്, ഫൈനായിട്ടുള്ള പൗഡറായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും പാലും. ഓൾറെഡി മധുരം ഉണ്ട് കേക്ക് ബിസ്ക്കറ്റിൽ, എന്നാലും കേക്കായത് കാരണം കുറച്ചും കൂടി ഒന്ന് മധുരം ആയിക്കോട്ടെ. ഞാനിപ്പോൾ 2 സ്പൂൺ ഇതിലിടുന്നുണ്ട്. 4 സ്പൂൺ വരെ നമുക്കിതിൽ മധുരം ചേർക്കാം. തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് അതൊന്ന് അലിയിച്ചെടുക്കാൻ ഞാൻ പാലിൽ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് 1 കപ്പ് പാലാണ് ഇതിന് വേണ്ടത്. നിറച്ച് 1 കപ്പ്, മെഷർമെൻറ്റ് കപ്പിൻ്റെ 1 കപ്പ് പാല് നിറച്ച്, ലൈറ്റ് ചൂട് പാല് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് വേണ്ട, എന്നാൽ നല്ല തിളച്ച പാലും അല്ല, ലൈറ്റ് ചൂട് പാല്. അപ്പോൾ ഇത് പഞ്ചസാര ഒന്ന് അലിയിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സിംഗ് ബൗളോ ഒന്നും വേണ്ട, നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതൊന്ന് അരിച്ചു കൊടുക്കുകയാണ്. അരിച്ചെടുത്തു. ഇതൊന്നൊന്ന് കറക്കിയിട്ട് വരാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ ആവശ്യമുണ്ട്. മെഷർമെൻറ്റ് സ്പൂണിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും ചേർത്ത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ചേർത്തിട്ട് ഇനി മിക്സി ജാറിൽ ഇതാക്കരുത്, അടിക്കരുത്. ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇഡ്ഡലി തട്ടിലേക്ക് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല, ഒന്ന് കൈ കൊണ്ട് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം ബാറ്റർ ഇങ്ങനെ വയ്ക്കാൻ പാടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തു. ഓവർ മിക്സിങ്ങും പാടില്ല, അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞതും നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കാം. ഇതങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇഡ്ഡലി പാത്രം ഒന്നും വെച്ചിട്ട്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് അതിൽ ഈ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇഡ്ഡലി തട്ടെടുത്ത് വയ്ക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഞാൻ മുകളിലിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കലക്കി കൊടുത്താലും മതി. ഞാൻ മുകളിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ തട്ടിലും ഇഡ്ഡലി കേക്ക് ഒഴിച്ചു ഒന്ന് മൂടി വയ്ക്കാൻ 15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് തുറക്കാവൂ. സിമ്മിലാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മളത് വയ്ക്കേണ്ടത്. 15 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കിയതാ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പപ്പടക്കോല് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. കേക്ക് വെന്തിട്ടുണ്ട്. പപ്പടക്കോല് ക്ലീനായി വന്നിട്ടുണ്ട്, വെന്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു ചൂടിൽ 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം, കുറച്ച് തണുത്തതിന് ശേഷം നമുക്കത് സാധാരണ ഇഡ്ഡലി എടുക്കും മാതിരി സ്പൂൺ കൊണ്ട് അടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്ക്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്കത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് ബിസ്ക്കറ്റ് കൊണ്ട് അടിപൊളിയായിട്ടൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടീ ടൈം കേക്ക്
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളും സന്തോഷിക്കട്ടെ, അമ്മമാരും സാറ്റിസ്ഫൈഡ് ആവും. നല്ലൊരു കേക്ക് റെസിപ്പി, നല്ലൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തതിൽ. ഹാപ്പി കുക്കിംഗ്. താങ്ക് യു.